സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ട് വരുമായിരിക്കും അല്ലേ. ഈ വീഡിയോ തീർച്ചയായും നമ്മുടെ സൗദി അറേബ്യയിൽ പോകാൻ നിൽക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ വേറൊരു രാജ്യത്തു നിന്ന് സൗദി അറേബ്യയിലേക്ക് വരുന്ന ആൾക്കാർക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. ഒരു മാസം സൗദി അറേബ്യയിൽ എത്ര ചിലവ് വരും ജീവിക്കാൻ വേണ്ടി, ഭക്ഷണത്തിനായിട്ടുള്ള ചിലവാണ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഒരുവിധം കമ്പനികളൊക്കെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ഫുഡും ബാക്കിയുള്ള കാര്യത്തിനുള്ള എക്സ്പെൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഭക്ഷണത്തിന് എത്ര ഒരു മാസം ചിലവ് വരും അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി നോർമലായിട്ട് ഫുഡിന് ഒരു രാവിലത്തെ ഭക്ഷണത്തിന് ഏകദേശം നമ്മളെ നോർമൽ ഒരു സാധാരണക്കാരൻ ഒരു മലയാളി കഴിക്കുന്ന ഫുഡ് അത് വെച്ച് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ പൊറോട്ട, ദോശ, ഇടിയപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു അതിന് കറിയൊക്കെ കൂട്ടുമ്പോൾ ഏകദേശം 5 റിയാൽ വരും. അതുപോലെ തന്നെ ഉച്ചക്ക് നമ്മളെ ഫുഡിന് ഒരു ആവറേജ്, അതിൽ ബിരിയാണി അങ്ങനെയൊന്നും നമ്മൾ ഡെയിലി കഴിക്കൂലല്ലോ. അപ്പോൾ സാധാ ചോറും അതുപോലെ മീനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 12 ഹോട്ടലിനനുസരിച്ച് കൂടും. അപ്പോൾ ഞാനൊരു ആവറേജ് സാധാരണക്കാരൻ എന്ന രീതിയിൽ ഒരു 10 റിയാൽ. പിന്നെ രാത്രിക്കത്തെ ഫുഡ് പല ആൾക്കാരും പലതാണ് കഴിക്കുന്നത്. ചില ആൾക്കാർ രാത്രി ഫുഡ് കഴിക്കില്ല. എങ്കിലും രാത്രി നമുക്കൊരു ആവറേജ് കൂട്ടുന്ന സമയത്ത് ഇപ്പോഴത്തെ സാധനങ്ങളെ വിലയും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ രാത്രിയും ഏകദേശം 10 റിയാലിൻ്റെ അടുത്ത് രാത്രിയും ചിലവ് വരും. അങ്ങനെ ഒരു ദിവസത്തെ ചിലവ് വരുന്നത് ഏകദേശം 25 റിയാലാണ്. ആ 25 റിയാൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. ഓരോരുത്തരും ഫുഡ് കഴിക്കുന്ന രീതിയിലും കഴിക്കുന്ന സാധനങ്ങളനുസരിച്ചും അത് ഡിപ്പെൻസ്. അത് അങ്ങോട്ട് ഏറ്റക്കുറച്ചിലുണ്ടാവും, കൂടുതലും കുറയലൊക്കെ ആയിട്ടുണ്ടാവും. ഒരു ദിവസം നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഡെയിലി പൈസ കൊടുക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു മാസം 600 റിയാലിൻ്റെ അടുത്ത് ഏകദേശം വരും. 500-ന് മുകളിൽ എന്തായാലും വരും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇനി അതല്ല, മാസം മെസ്സായിട്ട് തന്നെ പല ഹോട്ടലിലും പല റേറ്റാണ് കൊടുക്കുന്നത്. ചില ഹോട്ടലിൽ ഒരു മാസത്തിന് 380 റിയാൽ മേടിക്കുന്നുണ്ട്, ചില ഹോട്ടലുകൾ 400 മേടിക്കുന്നുണ്ട്, 450 വരെ മേടിക്കുന്ന ഹോട്ടലുകൾ 2 നേരത്തിനാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഈ എമൗണ്ട് മേടിക്കുന്ന ഹോട്ടലുകൾ റിയാദിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. റിയാദിലാണ് ഞാൻ നിന്നത്, അതുകൊണ്ടാണ് എനിക്ക് റിയാദിൻ്റെ കാര്യം കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. പിന്നെ നമ്മളിത് വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫുഡ് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആവറേജ് കുക്ക് ചെയ്യുന്നൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 300 റിയാൽ ഉണ്ടെങ്കിൽ 2 നേരമൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 10-20 ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ അവർ കഴിക്കുന്നതിനനുസരിച്ച് കൂടെ കുറേയൊക്കെ ചെയ്യും. എങ്കിലും ഒരു 300 റിയാലിന് ഫുഡിൻ്റെ എക്സ്പെൻസ് അവന് ഒതുക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് പിന്നെ നെറ്റ് റീചാർജ്, ഫോൺ റീചാർജ് നല്ല എക്സ്പെൻസീവാണ് സൗദി അറേബ്യയിൽ. അൺലിമിറ്റഡ് പാക്കേജിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ട്. കൂടുതലായിട്ടും അൺലിമിറ്റഡ് പാക്കേജ് വളരെ കുറഞ്ഞ ആൾക്കാരെ ചെയ്യുന്നുള്ളൂ. സാധാരണ റൂമുകളിലും അതുപോലെ സ്ഥാപനങ്ങളിലും എല്ലാം വൈഫൈ ഉള്ളതുകൊണ്ട് തന്നെ ഫോണിൻ്റെ റീചാർജ് വളരെ കുറഞ്ഞ ആൾക്കാരെ അൺലിമിറ്റഡ് ചെയ്യാറുള്ളൂ. നോർമൽ പാക്കേജുകളൊക്കെയാണ് സാധാരണ ആൾക്കാർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ വൈഫൈ ഒരുവിധം എല്ലാ അക്കോമഡേഷനിലും ഉണ്ട്. വൈഫൈക്ക് നമുക്ക് ഷെയർ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ റൂമിലെ ആൾക്കാർ എണ്ണത്തിനനുസരിച്ച് 30 റിയാൽ, 50 റിയാൽ, 20 റിയാൽ അങ്ങനെയൊക്കെ വരും എക്സ്പെൻസായിട്ട്. പിന്നെ ബാക്കിയുള്ള യൂട്ടിലിറ്റി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു മാസം എനിക്ക് തോന്നുന്ന ഒരു 500 റിയാലിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം വെച്ച് കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു 500 റിയാലിൽ ഒരുവിധം ചിലവുകളൊക്കെ ഒതുങ്ങും. പിന്നെ ഇതെല്ലാം ഡിപ്പെൻസ്, ഒരാളുടെ എക്സ്പെൻസും ഒരാളുടെ ചിലവാക്കുന്നതിനനുസരിച്ചാണ്. കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല, ഒരു ആവറേജ് നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരനുള്ളൊരു വീഡിയോ ആണ്. അതായത് നല്ല ഹൈഫൈ ആയിട്ട് കഴിക്കുന്ന ആളുടെ കണക്ക് കൂട്ടലുകളല്ല ഞാനിവിടെ പറയുന്നത്. സാധാരണക്കാരനായ ഒരാളെ കണക്ക് കൂട്ടലാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ പുതുതായിട്ട് അങ്ങനെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ചെറിയൊരു ഇൻഫോർമേഷനാണത്. അക്കോമഡേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അക്കോമഡേഷന് ഓരോ ഏരിയക്ക് അനുസരിച്ചാണ്. നമ്മൾ 6 മാസത്തേക്കാണ് റിയാദിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം അപ്പാർട്ട്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ 5000 റിയാൽ വരെ 6 മാസത്തിനുള്ള റൂംസൊക്കെ കിട്ടാറുണ്ട്. നല്ല സൗകര്യമുള്ള റൂംസാണ്. ഒരു ചെറിയൊരു പ്രശ്നം വന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ 6 മാസത്തേക്കുള്ള തുക ഒരുമിച്ച് കൊടുക്കണം.
അത് നമുക്ക് ഷെയർ ചെയ്ത് എടുക്കുമ്പോൾ ലാഭമാണ്. 2-3 പേരൊക്കെ അധികം താമസിക്കുള്ളൂ. എങ്കിലും കുഴപ്പമില്ലാത്ത വളരെ കുറഞ്ഞ എക്സ്പെൻസ് അക്കോമഡേഷന് വരുള്ളൂ. 300 റിയാലിനും 400 റിയാലിനും ഒക്കെ നല്ല അക്കോമഡേഷന് റിയാദിലൊക്കെ കിട്ടും 2-3 പേരായിട്ട്. ഫാമിലി ആയിട്ട് നമുക്കൊരു 6 മാസത്തേക്ക് ഒരുമിച്ച് പൈസ എടുക്കണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഞാൻ അറിഞ്ഞിടത്തോളം അക്കോമഡേഷൻ്റെ കാര്യത്തിലുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വിവരണമാണ്, കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാര്യമായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പിന്നെ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഇവിടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. വേറെ രാജ്യത്തു നിന്ന് സൗദി അറേബ്യയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചെയ്തിട്ട് വീഡിയോ കാണുക. നല്ല ഒരുപാട് വീഡിയോസ് ഞാനൊരു ചാനൽ ചെയ്തിട്ടുണ്ട്, എല്ലാം നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.